ഉള്ളിന്നുള്ള സന്തോഷം കൊണ്ടൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. 36 വർഷമായിട്ടുള്ള നിങ്ങളുടെ കസ്റ്റമറാണ്, ഇവരുടെ അപ്പനായിട്ടുള്ള ഭയങ്കര സന്തോഷം. പറഞ്ഞാൽ കണ്ണീര് വരും അത്ര. എന്റെ കല്യാണത്തിന്റെ തൊട്ടുള്ള ബ്ലൗസ് ബാപ്പയെ തയ്ച്ച അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ എപ്പോ ഇടുവാണെങ്കിലും എല്ലാരും ചോദിക്കും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ എവിടെ തയ്ച്ചെന്ന്. ആ പേരിൽ തന്നെ എത്ര പേര്, ഞങ്ങളുടെ ഫാമിലി ഇപ്പൊ മൊത്തം പേര് അത് കഴിഞ്ഞിട്ട് പാരീസായി. അപ്പൊ ഭയങ്കര സന്തോഷം ഏതായാലും നിങ്ങള് വന്നതിനൊക്കെ. എന്റെ വെഡിങ് ബ്ലൗസ് തൊട്ട് അവിടെ തയ്ച്ചിരിക്കണം. അത് അന്ന് തൊട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അന്ന് എല്ലാവരും ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞു അഭിപ്രായം. പിന്നെ എപ്പോഴും സാരി ബ്ലൗസ് തയ്ക്കുകയാണെങ്കിൽ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് തയ്ച്ചിരിക്കണം, ഒരു ചുളുക്ക് പോലും ഇല്ലാണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള, എല്ലാവർക്കും അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അനിലിൻ്റെ അടുത്താണെങ്കിലും ജമാലിൻ്റെ അടുത്താണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക്. അത് വലിയൊരു പോയിന്റാണ്. ഞാൻ എപ്പോഴും പറയും ഭയങ്കര ക്ഷമയുടെ ഇതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ നിങ്ങൾ ഭയങ്കര ക്ഷമയോടെ അത് കേട്ടിരിക്കും. നമുക്കൊരു എമർജൻസി വന്നാൽ നിങ്ങൾ പെട്ടെന്ന് തയ്ച്ചു തരാറുണ്ട്. ഒരു ഓൾട്ടറേഷൻ വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ പിന്നെ അനിലിനെയും ജമാലിനെ എപ്പോൾ വിളിച്ചാലും കിട്ടും. അതൊക്കെ നിങ്ങളുടെ വലിയൊരു, പിന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യണ ഒരു രീതിയും എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇത്രയും വലുതാക്കിയില്ല, അതിന് നിങ്ങൾക്ക് പ്രത്യേകം കൺഗ്രാജുലേഷൻ. അതായത് ശരിക്കും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കുറേ സമ്പാദിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയത് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഐഡിയ, കാരണം ചിലപ്പോൾ ഡിസൈനിങ് കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല ഡിസൈൻസ് ഡിസ്പ്ലേ ചെയ്യാം, അപ്പോൾ അത് നോക്കിയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഡിസൈൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് 2014, 13, 14 നമ്മൾ ഒരു ഫാബ്രിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. ആ പുതിയ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ വെച്ചാൽ നമ്മൾ ഫാബ്രിക് കീപ്പ് ചെയ്യും, കസ്റ്റമർമാർ കാണിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറിക്കൊണ്ട് ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ റിപ്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കൺഫ്യൂഷനിലല്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാം. നിങ്ങളുടെ ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതേ പറയാണ്ടിരിക്കാണ്ട് പറ്റില്ല, ഭയങ്കര നല്ലൊരു ഫിറ്റിംഗ് ആണ്. എംബ്രോയിഡറി എല്ലാം തന്നെ നല്ലൊരു. ശരിക്കും മാം എങ്ങനെയാണ് അവിടെ വന്ന കല്യാണത്തിന് വേണ്ടിയാണ് അപ്പോഴാണ് സാരി ആദ്യമായിട്ട് ഉടുക്കണത് തന്നെ. അപ്പൊ പിന്നെ അന്നൊക്കെ സൽവാറും മറ്റേ ഈ സൽവാറും അല്ലല്ലോ ഈ മെലി ടോപ്പ് അങ്ങനെ അതിലെ സൽവാർ അങ്ങനത്തെയൊക്കെയാണ് ഇട്ടിരുന്നത്. സാരിയൊന്നും അങ്ങനെ ഉടുക്കുന്നുണ്ടായിരുന്നില്ല. സാരി ആദ്യം ഇപ്പം നിങ്ങളെ പറ്റി കേട്ട് പാരീസിന്റെ ബ്ലൗസ് ഭയങ്കര നല്ല സ്റ്റിച്ചിങ് ആണെന്നുള്ളത്. പിന്നെ കല്യാണത്തിൻ്റെത് എന്തായാലും അവിടെ പിന്നെ എൻ്റെ ഡാഡിക്കും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുള്ള ഇതില്ല. പിന്നെ ഇപ്പം ഹസ്ബൻഡിനാണെങ്കിലും അത് തന്നെ ആഗ്രഹം. അപ്പോൾ അത് കാരണം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റി. സെന്റ് ജോസഫിൽ പഠിച്ചവരുണ്ട്. ഞങ്ങള് ചേർത്തലയിലാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ആലപ്പി സെന്റ് ജോസഫിൽ പഠിച്ചവരുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ ഏറ്റവും മൂത്ത ചേച്ചി തൊട്ട് ചേച്ചിയുടെ മക്കള് മരുമക്കള് എന്റെ ഇത് ഏറ്റവും ഇളയ സിസ്റ്റർ വരെ ഇല്ല. പിന്നെ ജോൺസിന്റെ വീട്ടുകാരും ഇപ്പൊ എല്ലാരും ഫാമിലി മൊത്തം ഇവിടെയാണ്. ഏറ്റവും ആദ്യം സ്റ്റിച്ചിങ് എന്റെ വെഡിങ് ബ്ലൗസ് ആണ് ആദ്യമായിട്ട് ചെയ്തത്. ഏറ്റവും ആദ്യം തയ്ച്ചത് എന്റെ വെഡിങ് ബ്ലൗസ് ആണ് എനിക്ക് ആദ്യം ചെയ്തത്. അപ്പൊ ആദ്യം ട്രയല് പോലെ ഇപ്പൊ വാപ്പ പറഞ്ഞ ഒരു വൈഫിന്റെ ബ്ലൗസ് എന്റെ തുണി കൊണ്ടുവന്നിട്ട് ആദ്യം അത് ട്രയല് പോലെ. അപ്പൊ അത് പെർഫെക്റ്റ് ആണെങ്കിൽ മറ്റേ ഇത് അപ്പൊ ആദ്യം അത് തന്നെ പെർഫെക്റ്റ് ആയിരുന്നു. ഭയങ്കര ഇതായി. പിന്നെ 12 കോടിയുടെ ബ്ലൗസ് അങ്ങനെ എല്ലാം പിന്നെ അവിടെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞിട്ടുള്ള സാരികളൊക്കെ ബ്ലൗസുകൾ തയ്ക്കുമല്ലോ.